എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അടുത്തത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ എഫെസോസിലെ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണത്. എന്തുവാ? താൻ സ്ഥാപിച്ച എഫെസോസിലെ ആ സഭയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട ചില കാര്യങ്ങളാണ്. എവിടെ കിടന്ന ഈ ലേഖനം എഴുതിയെന്നറിയാം? എവിടെ കിടന്ന സാറേ? റോമ ഗവൺമെന്റിന്റെ കാരാഗ്രഹത്തിൽ സുവിശേഷം പ്രസംഗിച്ചതിന് നിമിത്തം പൗലോസിനെ പിടിച്ചകത്താക്കിയിരിക്കുക. കാരാഗ്രഹത്തിൽ ചങ്ങലയ്ക്ക് ബന്ധിച്ചവനായി ഇരുട്ട് തടവ് മുറിക്കകത്ത് കിടക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ചിന്ത എഫെസോസിലെ ദൈവമക്കൾ എങ്ങനെ ഇരിക്കുന്നു. ഓ, ചേർന്നാമേൻ പറഞ്ഞേ. ഇന്ന് ആരാധനയ്ക്ക് ഇവിടെ വരാതിരിക്കുന്ന നമ്മുടെ ജോർജിന ആന്റി അല്ലെങ്കിൽ സൗഖ്യമില്ലാതിരിക്കുന്ന ആൾക്കാര്, അവരിപ്പം വീട്ടിലിരുന്നോണ്ട് അവരുടെ ഹൃദയം ഇങ്ങനെ വേഗമായിരിക്കും. അയ്യോ, എനിക്ക് എൻ്റെ ദൈവമക്കളുടെ കൂടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റിയില്ലല്ലോ, എല്ലാവരുടെയും കൂടെ ഒന്ന് സന്തോഷിക്കാൻ പറ്റിയില്ലല്ലോ അല്ലേ? ഈ ചിന്തയിലായിരിക്കും അവരുടെ ഹൃദയത്തിൽ കൂടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നതുപോലെ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുക. ഈ കാരാഗ്രഹം എന്നെനിക്ക് തുറന്നു കിട്ടുമെന്നോ, എന്നെനിക്ക് പകൽ വെളിച്ചത്തിൽ നടക്കാൻ കഴിയുമെന്നോ, എന്നെനിക്കിനിയും സഞ്ചരിക്കാനും ശുശ്രൂഷിക്കാനും കഴിയുമെന്നോ എന്നൊന്നുമല്ല പുള്ളിയുടെ ടെൻഷൻ. അദ്ദേഹത്തിന്റെ വിഷയം എന്താണ്? എഫെസോസിൽ ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. ആ ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ്. എന്തിനാ? അവർക്ക് വിസ കിട്ടണമെന്നല്ല. ഓ കമോൺ. അവരുടെ വീടുകളിലെ പ്രശ്നം തീരണമെന്നല്ല. എഫെസോസ് സഭയിലെ പെൺകുട്ടികളുടെ കല്യാണങ്ങൾ നടക്കണമെന്നല്ല. ഓ, കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. എഫെസോസിലെ ദൈവമക്കൾക്കെല്ലാം 2 നില വീട് കിട്ടണമെന്നല്ല. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഒരു ദൈവദാസൻ ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്ത്? നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാവിൽ ക്രിസ്തുവിന്റെ നിറവോളം അഥവാ ദൈവത്തിന്റെ നിറവോളം സകലത്തിലും നിറയാൻ കഴിയുന്നെങ്കിൽ ആ നിറവിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നുമില്ല. 16-ാം വാക്യത്തിലോട്ട് വീണ്ടും പോകാം. അദ്ദേഹം പറയാ, ഞാൻ നിങ്ങൾക്ക് ഈ കത്തെഴുതി അയക്കുക. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ കത്താണത്. ലേഖനം എന്ന് പറഞ്ഞാൽ കത്താണ്, ലെറ്റർ. എഫെസോസിലെ ദൈവസഭയ്ക്ക് ഇത് എഴുതി അയച്ചപ്പോ പിന്നത്തേത് കൊല്ലത്തെ CRG സഭയ്ക്കൂടെ ആയിരുന്നെന്ന് അപ്പോസ്തലൻ പൗലോസിന് മനസ്സിലായി കാണത്തില്ലായിരിക്കാം. ഇന്ന് ഇവിടെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഞാൻ എഴുതുന്ന ഈ ദൈവവചന ലേഖനം കൊല്ലത്തെ കരിക്കോട്ടെ CRG ദൈവസഭയിലും ഇത് വായിച്ച് ഈ വചനത്തിൽ അവരെ ബലപ്പെടുമെന്ന് അത് എഴുതിയ ദൈവദാസൻ പോലും അറിഞ്ഞില്ലേലും പരിശുദ്ധാത്മാവ് അത് അറിഞ്ഞതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കത്തെഴുതുമ്പോ പൗലോസ് പറയുക, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഈ കത്തെഴുതി അയക്കുമ്പോൾ നിങ്ങൾ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ ഷാജി വർഗീസ് പറയുന്ന പോലെ നിങ്ങൾ സമസ്ത മേഖലയിലും നിങ്ങൾ ഇൻക്രീസ് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാനത് ചിന്തിക്കുന്നതല്ല, ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ സകല നിറവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ പദങ്ങളൊക്കെ നോക്കി. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ദൈവത്തിന്റെ മഹത്വം എന്നൊന്നും പറഞ്ഞാൽ അത് തീരുന്ന സംഗതിയല്ല കേട്ടോ. ദൈവ മഹത്വമൊക്കെ ഇറങ്ങി വന്നാൽ സംഗതികളൊക്കെ കൈവിട്ടു പോകും. സ്വത്രം പറയുന്നില്ല. ഇന്ന് പകലും യേശുവിന്റെ നാമത്തെ ഞാൻ പ്രവചിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭയ്ക്കെതിരെയൊക്കെ നിൽക്കുന്ന ദേശങ്ങളിലും വ്യക്തികളിലുമൊക്കെ ദൈവത്തിന് മഹത്വം ഇറങ്ങിയാൽ കുഞ്ഞാടിനെ പോലെ ദൈവസഭയ്ക്കകത്ത് ജനം കേറുന്ന നാളുകൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു പുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ കേറി വരുമ്പോ നോക്കിയാ മതി. അദ്ദേഹത്തിന് മരുമോൻ ഇന്ന് എന്നോട് പറഞ്ഞു, അപ്പച്ചൻ ഒരു ഫാൻ വാങ്ങി തന്നു കഴിഞ്ഞ ദിവസം സഭയ്ക്ക്. തന്റെ ഇല്ലായ്മയ്ക്കകത്തുനിന്ന് എനിക്ക് തന്നെ അങ്ങ് സങ്കടം തോന്നും. ദൈവമേ, ഈ അപ്പച്ചന് ജീവിക്കാൻ പാവത്തിന് വരുമാനം ഇല്ല, ഈ പ്രായത്തിലും പോയി ജോലി ചെയ്തിട്ടാ ജീവിക്കുന്നേ, തന്റെ കുടുംബമൊക്കെ പോറ്റുന്നേ. അപ്പൊ അങ്ങനെ ആ ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്ന പിതാവ് തനിക്ക് കിട്ടിയ നന്മയ്ക്കകത്തുനിന്ന് ഒരു ഫാൻ വാങ്ങിക്കൊണ്ട് തന്നു ദൈവസഭയ്ക്ക്, അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നിടത്ത്. ഇന്ന് അദ്ദേഹത്തിന്റെ മരുമോനാണ് ആ ഫാൻ അവിടെ തൂക്കിയത്. അന്നേരം ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, എന്റെ അമ്മായിപ്പൻ വെടിപൊട്ടിക്കായിരുന്നെന്ന്. സ്ഥലം പേരൊന്നും പറയുന്നില്ല. ഒരിടത്ത് പുള്ളിയുടെ ഡ്യൂട്ടി ആയിരുന്നു വരുന്നവർക്ക് വേണ്ടി വെടി വഴിപാട് കഴിക്കുക. ഒരു വെടി പൊട്ടിച്ചാൽ 5 രൂപ, പിന്നെ ചില സ്പെഷ്യൽ വെടി പൊട്ടിച്ചാൽ 10 രൂപ. ഇങ്ങനെ 5 രൂപയും 10 രൂപയും കിട്ടി. അതൊരു 50 രൂപ ആകുമ്പോൾ പുള്ളി പറയും തൽക്കാലത്തേക്ക് വെടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒറ്റ പോക്കാണ്. എന്തിന്? പട്ടച്ചാരായം അടിക്കാൻ. കേട്ടില്ല ചിലര്? അതടിച്ച് അതിന്റെ കിക്ക് വിടുമ്പോൾ വീണ്ടും വരും. എന്തിന്? വെടിപൊട്ടിക്കാൻ. അങ്ങനെ വെടിപൊട്ടിച്ചോണ്ട് നടന്നോനെ ദൈവം ഇന്ന് കർത്താവിനെ സ്തുതിക്കാനും ദൈവകൃപയെ ജീവിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, അതേ മഹത്വം ചില കുടുംബങ്ങൾക്കകത്ത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഈ പട്ടണത്തിലെ ചില കുടുംബങ്ങൾക്കകത്ത് അതേ മഹത്വം ഇറങ്ങി വന്നിട്ട് ചില മാറ്റത്തിനായി ആ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. അവന്റെ മഹത്വത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ, അടുത്ത പദം ശ്രദ്ധിക്കണേ, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, എന്താ മോടെ പേര് ഒന്ന് പറഞ്ഞ, പേരൊന്ന് പറഞ്ഞേ. ശാരിക. ഓക്കെ, ഇരുന്നോ. ദൈവ ശാരിക അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ സഹോദരി ശാരിക എന്ന് വിളിച്ചത് ആ ഫിസിക്കൽ ബോഡിയെ അല്ല, അതാ എഴുന്നേറ്റുന്ന ആളെയാ നമ്മൾ വിളിച്ചത്, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഞാൻ സാമൂൽ സാറെന്ന് വിളിക്കുന്ന ആരാ? അതാ ഇരിക്കുന്ന ആളെയാ. വേറൊരാളെ ഞാൻ സാമൂൽ സാറെന്ന് വിളിക്കത്തില്ല. പക്ഷേ സാറിന് പേടിയില്ലല്ലോ അല്ലേ? പറയട്ടെ, പറഞ്ഞോളൂ. സാറിന് മുഖം കാണുമ്പോ ഒരു ചെറിയ പേടിയുള്ളൂ. ഈ ആരാര നടന്നുകൊണ്ടിരിക്കുമ്പോ കർത്താവ് ആ ശ്വാസം അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിട്ടില്ലെന്ന് വിചാരിച്ചോ? അങ്ങ് ക്ലോസ്, തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേസൊക്കെ, അല്ലേ? അടുത്ത മിനിറ്റ് ഷാജിപ്പാസ് പിന്നെ വിളിക്കുന്നത്, ഷാജിപ്പാസിന് ഏറ്റവും ഹൃദയത്തിന് ആഴത്തിൽ സ്നേഹത്തോടെ കൊണ്ടു നടന്ന സാമുവൽ സാർ എന്നല്ല പിന്നെ വിളിക്കുന്നത്. ആ ശരീരത്തിന് ശ്വാസം പോയാൽ അടുത്ത വാക്ക് ബോഡി, അല്ലേ? ഗൾഫിൽ നിന്ന് മോൻ വിളിച്ചു ചോദിക്കുക, നമ്മുടെ അച്ഛനെ എപ്പോഴാ എടുക്കുന്നതെന്നല്ല ചോദിക്കുന്നത്. സ്വന്തം അപ്പന്റെ കാര്യം പറയുമ്പോഴും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ചെറുക്കം വിളിച്ചു ചോദിക്കും, വീട്ടിൽ നിന്ന് ബോഡി എത്ര മണിക്കാ എടുക്കുന്നേ? കാരണം എന്നറിയാം, അവൻ പിതാവെ അച്ഛാന്ന് വിളിച്ചോണ്ടിരുന്ന ആള് പോയി. കേൾക്കുന്നില്ല ചിലര്. നിങ്ങൾ ഷാജി വർഗീസ് എന്ന് വിളിക്കുന്ന പാസ്റ്ററിന്റെ ജീവിതത്തിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന് പ്രാണം പോയാൽ നിങ്ങൾക്ക് എത്ര സ്നേഹം എന്നോടുണ്ടെങ്കിലും നിങ്ങളും വിളിക്കും ബോഡി, മൃത ശരീരം. അർത്ഥം, നിങ്ങൾ ഇത്രയും ദിവസം ഷാജി വർഗീസ്
പാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ ഇതിനകത്തില്ല, അയാള് പോയി. ആ ആളെ പറ്റി വേദപുസ്തകം പറയുകയാണ്, അകത്തെ മനുഷ്യൻ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തച്ച് പറഞ്ഞേ, എന്റെ അകത്തൊരു മനുഷ്യനുണ്ടെന്ന് പറ. അതാ ഒറിജിനൽ മനുഷ്യൻ. അതാ ഒറിജിനൽ മനുഷ്യൻ. ഈ ശരീരമല്ല നിങ്ങളുടെ മനുഷ്യൻ. നിങ്ങൾ ചിന്തിക്കുന്ന മനസ്സല്ല നിങ്ങളുടെ മനുഷ്യൻ. നിങ്ങളുടെ അകത്ത് ദൈവം വച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതാണ് ഒറിജിനൽ നിങ്ങൾ. ആ ആത്മാവിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ശക്തിപ്പെടും. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യം കിട്ടണമെന്നൊന്നും മാത്രമല്ല എന്റെ പ്രാർത്ഥന. എന്റെ പ്രാർത്ഥന ദൈവത്തെ ആരാധിക്കാൻ എഫെസോസിലെ സഭയ്ക്കകത്ത് വരുന്ന എല്ലാ മനുഷ്യരുടെയും അകത്തെ മനുഷ്യൻ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. പുറത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ ജിമ്മിൽ പോയാൽ മതി. കൊടവേടൊക്കെ പോവും, നല്ല ബോഡി ഉണ്ടാകും, നല്ല മസിൽ ഉണ്ടാകും. പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചാൽ മതി. കൃത്യമായിട്ട് നല്ല ആഹാരമൊക്കെ കഴിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് ജീവിച്ച പുറത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. സ്വത്രം പറയുന്നില്ല. അതുകൊണ്ട് അകത്തെ മനുഷ്യൻ ബലപ്പെടത്തില്ല. മണി ബ്രദർ കേൾക്കുന്നുണ്ടോ? ഈയിടെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദൈവവചനം, ഒരു ബൈബിൾ കൊടുത്തു. എന്നോട് പറയാ, ഞാനിപ്പോൾ എല്ലാ ദിവസവും അത് രാവിലെ വൈകിട്ടും എല്ലാം വായിക്കുന്നുണ്ട്. സ്വത്രം. ഒരു ദൈവദാസൻ ഇതൊക്കെ കേൾക്കുന്നതിനൊക്കെ സന്തോഷമൊന്നും വേറെ ഇല്ലെന്നേ. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചത് കേൾക്കുമ്പോൾ അല്ല എനിക്ക് സന്തോഷം വരുന്നത്. ഞാൻ ദൈവകൃപയിലേക്ക് നടത്തിയ ഒരാള് ദൈവവചനം വായിച്ച കൃപയിൽ നിൽക്കുന്നത് കേൾക്കുന്നത് ഒരു ദൈവദാസന് സന്തോഷമാണ്. അപ്പൊ ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ബൂസ്റ്റും കൊണ്ട് സംഗതി നടക്കുകയല്ല. അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനത് ക്രമമായിട്ട് പിന്നീട് പറഞ്ഞു വരാം. അപ്പം പൗലോസിന്റെ പ്രാർത്ഥന, നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ നല്ല കരുത്തുള്ളവനായിട്ട് മാറണം. സ്തോത്രം, 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 സ്തോത്രം. അടുത്തത് ക്രിസ്തു വിശ്വാസത്താൽ. ക്രിസ്തു വിശ്വാസത്താൽ നല്ലത്. ഈ വേദവസം വായിക്കുമ്പോൾ അതിന്റെ കൃത്യം കുത്തും കോമായും നിർത്തിയൊക്കെ വായിച്ചാലേ കറക്റ്റ് ആകത്തുള്ളൂ. ക്രിസ്തു വിശ്വാസത്താൽ നല്ല, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അപ്പൊ ക്രിസ്തു എങ്ങനെ വസിക്കുന്നത്? വിശ്വാസത്താൽ. അതുകൊണ്ടാണ് നമ്മളെ നാട്ടുകാർ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. സ്വത്രം പറയുന്നില്ല. ലോകത്തിലെ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവര് വിശ്വാസികളല്ലേ? അല്ലേ? ഏത് മതത്തിൽ ആര് വിശ്വസിച്ചാൽ അയാൾ ആരാ? വിശ്വാസിയാ. പക്ഷെ എന്നിട്ട് ഞാൻ നാട്ടുകാരെ അത് വിളിക്കാത്ത, അവരെ അവരുടെ മതത്തിന്റെ പേര് ചേർത്ത് വിളിക്കും. പക്ഷെ നമ്മളെ വിളിക്കുന്ന ക്രിസ്ത്യാനികളെന്നോ ഒന്നും പെന്തക്കോസ്തുകാരെന്നൊന്നും അല്ല, അവർ വിശ്വാസികളാ. കാരണം ഒറിജിനലായിട്ട് ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരെ ഭൂമിയിലുള്ളൂ. അത് ദൈവവചനം അനുസരിക്കുന്നവന്റെ മക്കളാണ്. ഈ യേശുക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അതിന് ദൈവം നിങ്ങൾക്ക് വരം തരണമെന്നും, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിക്കണം. എന്നിട്ട് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്നാ? എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് ഈ ലേഖനം എഴുതിയപ്പോൾ പുള്ളിക്കും ഇങ്ങനെ ഒരു ദർശനം കിട്ടിയ കാണും, ഇൻക്രീസ്. അടുത്തയുടെ കൈ ഒന്നുകൂടെ പിടിച്ചിട്ട് പറഞ്ഞു, ഇൻക്രീസ്, വർധനവ്. അപ്പൊ ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് വർധനമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നിങ്ങളുടെ പോക്കറ്റിലെ പേഴ്സിനകത്തുണ്ടാകണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ വർധനവുണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ, ചേർന്നാമേൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ല, ഈ അകത്തെ മനുഷ്യനെ പറ്റി ഒന്നും പറഞ്ഞാൽ നമുക്ക് ഉണർവൊന്നും വരത്തില്ല.
പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ സാധനം ഇന്ന് പകൽ പറയുന്ന വചനം ആരുടെയും അകത്ത് കയറി ആത്മാവിൽ വളരാൻ ആർക്കേലും ഒരു താല്പര്യം ഉണ്ടായാൽ ഞാൻ അവരോട് മാത്രം പറയാം, നീ ആത്മാവിൽ വളർന്നാൽ ബാക്കിയെല്ലാം നിന്റെ പുറകെ വരും. ബാക്കിയെല്ലാം നിന്റെ പുറകെ വരും. ഹല്ലേലൂയ. പൗലോസിന് ഈ മർമ്മം മനസ്സിലായി. അകത്തെ മനുഷ്യനിൽ ഒരു വർധനവ് നടന്നാൽ ബാക്കിയെല്ലാം പിന്നാലെ വന്നോളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ്, നിങ്ങൾ ഈ അകത്തെ മനുഷ്യൻ വർദ്ധിക്കണമെങ്കിൽ അകത്തെ മനുഷ്യൻ നിറയപ്പെടണം. ഈ നമ്മളെല്ലാം തികഞ്ഞവരാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളുണ്ടല്ലോ, ഒരിക്കലും നിറയാൻ പറ്റുകയില്ല. എന്ത് ചെയ്യാൻ പറ്റുകയില്ല? എനിക്കെല്ലാം അറിയാം. ഞാൻ കുറെ വർഷമായില്ലേ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നത്, അല്ലെ ഞാൻ കുറെ നാളായില്ലേ വചനമൊക്കെ വായിക്കുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒറ്റ മനുഷ്യനും ആത്മീയത്തിൽ വളരാൻ വർദ്ധിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെയൊക്കെ വന്നിരുന്ന് എന്നെ ആരാധനയും പ്രാർത്ഥനയായിരുന്നു. ഓ ഹല്ലേലൂയ. ഈ സഭയിലെ വിശ്വാസികൾ കൂടിയാൽ ഇതുപോലെ ആരാധിക്കത്തില്ല. എനിക്ക് കൊതി വന്നു. ഞാൻ ആഗ്രഹിച്ച് ഇനിയുള്ള ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ പിള്ളേരൊക്കെ വന്നിരിക്കുവാണെങ്കിൽ സംഗതി വേറെ ലെവലായി പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ പറയാം, നിങ്ങൾ എത്ര വർഷമായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണേലും നിങ്ങളുടെ അകത്തെ തികവിന്റെ ഒരു ചിന്ത വന്നാൽ പോയി ഇന്ന് പകൽ എം ടി ആക്കി കൊടുത്താൽ അവിടെ എല്ലാം ആത്മാവിന്റെ സാന്നിധ്യം നിറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിറവ് ആഗ്രഹിക്കുന്നവർ, അകത്തെ മനുഷ്യനിൽ നിറവ് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ആത്മീയ നിറവ് ആഗ്രഹിക്കുന്നവർ അകം കാലിയാക്കി കൊടുക്കണം ദൈവത്തിന്. നമ്മൾ അവിടെ ഈ അകത്ത് കുറെ പാത്രങ്ങൾ, നിങ്ങൾ ഈ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വെള്ളം വരുമ്പം അല്ലേ, വെള്ളം പിടിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്ന സെൽവിയൊക്കെ വെള്ളം താഴേന്ന് പിടിച്ചാ കൊണ്ടുപോകുന്ന പിള്ളേര്, എനിക്കറിയാം. എന്തൊരു ബന്ധപ്പാടായിരിക്കും ഓർത്തേ. അപ്പൊ ഈ വെള്ളം പിടിച്ചു വെക്കേണ്ട ആൾക്കാരുണ്ട്. കാരണം വീട്ടിലെ കിണറ്റിലെ വെള്ളം കൊള്ളത്തില്ലായിരിക്കും. അപ്പം കോർപ്പറേഷന്റെ പൈപ്പിൽ നിന്ന് വെള്ളം വരുമ്പോൾ അവരെന്തെടുക്കും, ആ വരുന്ന ദിവസം മാക്സിമം പാത്രങ്ങൾ പിടിക്കും. അന്നേരം ഈ വീട്ടുകാർ തമ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, എടി എല്ലാം കാലിയാക്ക്. അപ്പൊ കുടിക്കകത്തും കുഞ്ഞ് ചിരട്ടയ്ക്കകത്ത് വരെ വെള്ളം ഒഴിച്ച് പാത്രമെല്ലാം കാലിയാക്കി മാക്സിമം പാത്രമായിട്ട് നമ്മൾ ആ റോഡിലോട്ട് പോവുകയാണ്. ഒന്ന് വെച്ച് നിറച്ച്, അടുത്ത് വെച്ച് നിറച്ച്, എന്നിട്ട് ആ അടുക്കളയിൽ ബാത്റൂമിലെല്ലാം തുറന്നു നോക്കിയിട്ട് അത് വക്ക് വരെ നിറച്ചൊഴിച്ചു വെച്ചിട്ട് പിന്നെ പാത്രം കാലിയാക്കൊണ്ട് ഓടും. സ്വത്രം പറയുന്നില്ല. ഇത് തന്നെയാണ് ആത്മീയ വർധനവിന് വേണ്ടിയത്. എത്ര കാലിയാക്കാൻ പറ്റുമോ, ദൈവഹിതത്തിന് വിരോധമായിട്ട് നമ്മുടെ അകത്തുള്ള ഓരോ ചേംബറുകളും തുറന്നു കൊടുത്ത് അത് കാലിയാക്കി പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് കൊടുത്താൽ, അവിടെ നിറച്ചു വെച്ചിരിക്കുന്നതിനെ ഒഴിവാക്കി കൊടുത്താൽ അവിടെ എല്ലാം ആത്മാവ് നിറയും. ആമേൻ പറ. ഓ റദലമഗ സിൻഡുലിമിയ ഖോസിയാദന. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ദാഹം ആത്മാവിൽ അധികം വർദ്ധിക്കാൻ, ആത്മാവിൽ നിറയാൻ, ആത്മാവിൽ ശുശ്രൂഷിക്കാൻ, ആത്മാവിൽ ജീവിക്കാൻ, ആത്മാവിൽ കർത്താവിനെ ഉയർത്താൻ ദൈവമക്കൾക്ക് ഒരു ദാഹം ഉണ്ടാകട്ടെ. ആ ദാഹം നമ്മളെ എംപ്റ്റീനെസ്സിലോട്ട് നടത്തുമ്പോൾ ആ മേഖലകളെല്ലാം പരിശുദ്ധാത്മാവ് നിറയ്ക്കാനിടയാക്കും. കരമടിച്ച നല്ല കർത്താവിനെന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഈ കോപം, ദേഷ്യം, അസൂയ, ഭിന്നത, വൈരാഗ്യം, പിന്നെ ദൂഷണം, പിന്നെ കുത്തിത്തിരിപ്പ്, പച്ച മലയാളത്തിൽ അതെല്ലാം കയറ്റി വെച്ചിരിക്കുന്ന ഡോറുകളൊക്കെ തുറന്നു കൊടുത്താൽ മതി. ഹോളി സ്പിരിറ്റ് അവിടെ എല്ലാം അടിച്ച് എല്ലാം പുറത്താക്കി അവിടെ എല്ലാം ഫില്ലായിക്കോളും. പക്ഷെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ പരിശുദ്ധാത്മാവ് നിറയ്ക്കത്തില്ല. ഒന്ന് കരമുയർത്തി 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. മക്കളെ കേൾക്കുന്നുണ്ടോ? രാജേഷ, കുഞ്ഞുങ്ങളെല്ലാം നിങ്ങള് എന്ത്, വിമല എന്ത്, ഞാൻ കണ്ടായിരുന്നല്ലോ വിമല. വിമല അത് കൈപൊക്കിക്കേ.
എനിക്ക് നമ്മുടെ ചെറുപ്പക്കാരെ പറ്റി എല്ലാം ഉള്ള എൻ്റെ ആഗ്രഹം എന്നാണെന്നറിയാം, അവർക്കൊക്കെ വിദേശ ഡോർ ഓപ്പൺ ചെയ്ത് കിട്ടണമെന്നല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആരോനോട് പറഞ്ഞു, അവൻ എൻ്റെ ഒരു ആഗ്രഹമാണ് രാജേഷൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അഭിഷേകത്തിൽ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. പിന്നെ ഒരു ദൈവദാസൻ പിന്നെ എന്തോ ആഗ്രഹിക്കണം, തന്റെ കൂടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളെല്ലാം അകത്തെ മനുഷ്യനിൽ ബലപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, അത് എന്റെയും ആഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എല്ലാവരും അതിനുവേണ്ടി ആത്മാവിൽ വാഞ്ചിക്കണം. അധികം അഭിഷേകത്തിന് വേണ്ടി, അധികം അകത്തുള്ള നിറവിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഈ അകത്ത് നിങ്ങൾ നിറഞ്ഞാൽ ഒരു ഗുണമുണ്ടായെന്ന് പറയും. ഞാൻ ആ വചനത്തിലോട്ടൊന്ന് പോകാം ഇച്ചിരി കഴിയുമ്പോൾ. നമുക്ക് സമയമുണ്ട്, വചനമൊക്കെ ശാന്തമായിട്ട് പഠിച്ചേച്ച് പോകാം. എനിക്കാണ് വേറെ ഒരു പണിയില്ല, എനിക്ക് ആകെയുള്ള പണി. ഇന്നാളെ ഞാൻ ട്രാക്ട് കൊടുത്തപ്പോൾ ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, ഞാൻ ട്രെയിനിൽ വെച്ച് ദൈവവചനം വേറൊരാൾക്ക് കൊടുത്തു. അപ്പം ഞാൻ നല്ല കുട്ടപ്പനായിട്ട് ടിപ്പ് ടോപ്പായിട്ട് പാൻറ് ഷർട്ടൊക്കെ ഇന്നൊക്കെ ചെയ്ത് കയ്യിലൊരു ബാഗൊക്കെ പിടിച്ച് ഒരു ട്രാക്ട് കൊടുത്തപ്പം അയാൾ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ഇയൊക്കെ വേറെ ഒരു പണിയില്ലെന്ന്. പുള്ളി ചോദിച്ചു ഞാനേതോ ഓഫീസറാന്ന്. ഞാൻ പറഞ്ഞ പണ്ടൊരു പണി ഉണ്ടായിരുന്നു, സ്കൂളിൽ അധ്യാപകനായിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പോഴത്തെ എൻ്റെ പണി ഇതാ. സ്വതന്ത്രം ഒരു സുശേഷ പ്രവർത്തനം വേറെന്താ പണി? ആൾക്കാർ കർത്താവിനെ അറിയണമെന്നുള്ള ആഗ്രഹമല്ല അയക്ക് ഉള്ളിലുള്ളു, വേറെ അയക്ക് പണിയുള്ളു. അതുകൊണ്ട് എന്റെ പണി ഇതാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനം ജനത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ആമേൻ. വർധനവിലേക്ക് നടക്കാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുമ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വർധനവ് ഈ ആഴ്ചകളിൽ, ഈ മണിക്കൂറുകളിൽ സംഭവിക്കേണ്ടത് നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാലുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന, ആവർത്തിച്ചു പറയാം, നീ പേടിക്കത്തില്ല. നീ പേടിക്കത്തില്ല. അകത്തെ മനുഷ്യൻ ബലപ്പെട്ട നിനക്കൊരു ഉറപ്പുണ്ട്, നിന്റെ ദൈവം അറിയാതെ നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോലും താഴെ വീഴത്തില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നോട് പറഞ്ഞു, ഇനി അടുത്ത ദിവസം നിന്നെ ഈ ഭാഗത്ത്, എന്നോടല്ല, ഞാൻ ലൈവിലായതുകൊണ്ട് പറയുന്നില്ല. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു, 4 5 പേര്. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുത്തൻ പറഞ്ഞു, നിന്നെ ഇനി കണ്ട നിന്റെ കാലും കൈയും വെട്ടി തൂരക്കളയും, എന്നിട്ട് നീ ഇവിടുന്ന് എഴഞ്ഞു പോകേണ്ടി വരും. ഹല്ലേലൂയ. ഞാൻ ചിരിച്ചോണ്ട് നിന്നു. പിശാച് നിന്നെ തൊടണമെങ്കിൽ ദൈവം അറിയാതെ തൊടുകയില്ല. ഇനി ദൈവം പെർമിഷൻ കൊടുത്തെന്ന് വിചാരിച്ചോ, കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാം കഴുത്ത് കണ്ടിച്ച ഒരു 12-11 രക്തസാക്ഷികളായി. ഒറ്റ ഒരുത്തം മാത്രമേ ശരിയായിട്ടുള്ള ഒരു മരണം കൈവരിച്ചുള്ളൂ. കർത്താവ് അനുഭവിച്ച എന്താ കുഴപ്പം? എന്താ കർത്താവ് വിചാരിക്കാതെ കാലില്ലാതെ കുറച്ച് നാൾ ജീവിച്ചോട്ടെ, എന്നാ കുഴപ്പം? എന്നാ വല്ല കുഴപ്പമുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. ഇത്രയും നാളും വണ്ടിയൊക്കെ ഓടിച്ച് നടന്നില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ അകത്തെ ആത്മാവിന്റെ മനുഷ്യന്റെ ആത്മാവ് ബലപ്പെട്ടാൽ നീ ഒരുത്തന്റെ ഭീഷണി നീ വകവെക്കത്തില്ല. കാര്യം എന്താണെന്നറിയാം, നിനക്കറിയാം, നിന്റെ കൺട്രോൾ മൊത്തം വരുന്നത് ബോളിന്നാണ് ഉറപ്പ് നിനക്ക് കിട്ടുന്നത് നീ അകത്തെ ആത്മാവിൽ ബലപ്പെടുമ്പോഴാ. സ്റ്റേജിൽ പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. ഒരു വിഷയം വരുമ്പോൾ അറിയാം ആത്മാവുണ്ടോ, അഭിഷേകമുണ്ടോ, അന്യഭാഷയുണ്ടോ, സംഗതി ശരിയാണോ എന്ന് അറിയണമെങ്കിൽ സ്വത്രം പറയുന്നില്ല. പിന്നെ അല്ലാതെ പുൾപിറ്റിലൂടെ ലൈറ്റിനകത്ത് മൈക്കിനകത്ത് പിള്ളേരവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതാ, പുറകെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പാട്ടുകാര്, എന്നാ സുഖം, പരമസുഖമല്ലേ, അതിനകത്തൊന്നും വിഷമമൊന്നും ഇല്ല. സ്വത്രം. പക്ഷേ ജീവിതത്തിന്റെ ചില പരിപരുത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് നിന്നാലേ നിനക്ക് കൃപയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലും എൻ്റെ പ്രാർത്ഥന, ദേവാലയത്തിൽ യേശുവിനെ ആരാധിക്കാൻ ഈ ആലയത്തിൽ വരുന്ന എല്ലാവരും ആത്മാവിൽ കരുത്തുള്ളവരായി മാറണം. ഭീഷണികൾക്ക് മുമ്പ് ആമേൻ വെട്ടും കൊല്ലും തട്ടും എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മുമ്പിൽ ധൈര്യത്തോടെ ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തുമെന്ന് പറയുന്ന ഒരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കണം യേശുവിന്റെ നാമത്തിൽ. അതിന് കഴിയണമെങ്കിൽ അകത്തെ മനുഷ്യനെ ആത്മാവിൽ ഇൻക്രീസ് നടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ തിരുവചനത്തിലേക്ക് നമുക്ക് പോകാം. ഈ വേദഭാഗങ്ങൾ ഇങ്ങനെ ആ ദൈവസഭയ്ക്ക് നിങ്ങൾ ഈ സകല മേഖലകളിലും ദൈവത്തോളം നിങ്ങൾ വർദ്ധിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് ദൂത് എഴുതിയ ദൈവദാസൻ എഴുതി ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ലെവല് മാറി. 6-ാം അധ്യായമൊക്കെ വന്നപ്പോഴത്തേന് 6-ാം അധ്യായത്തില് 10-ാമത്തെ വാക്യം മോനെ നോക്കി. 6-ാം അധ്യായം 10-ാം വാക്യം വന്നപ്പോഴത്തേന് സംഗതി എവിടെ എത്തി? അതിന്റെ ആ ആത്മീയ ചിന്തയുടെ ക്ലൈമാക്സിലെത്തി നിൽക്കുക. എന്നിട്ട് അദ്ദേഹം പറയാ, ഒടുവിൽ എന്ന് പറഞ്ഞ ഈ സംഗതി എല്ലാം കൂടെ വന്ന് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ കലവറ തുറന്നിട്ടിരിക്കുക. ദൈവം സകല മണ്ഡലങ്ങളും ഓപ്പൺ ചെയ്തിട്ടിരിക്കുക. നീ ടാപ്പ് ചെയ്തെടുത്താ മതി. അമിത ബലം നിനക്കായി പകരപ്പെട്ടോണ്ടിരിക്കുക. നീ ആഗ്രഹിക്കുന്നിടത്തോളം നിന്റെ മേലെ ബലം പകർന്നുകൊണ്ടിരിക്കും. എന്തിന്? അവനെ സാക്ഷിക്കാൻ. ആത്മാവിലൊക്കെ ഇച്ചിരി കരുത്ത് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ കരമടിച്ചും വായു തുറന്നും ശബ്ദമുയർത്തി പറഞ്ഞ്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ എനിക്ക് കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചില ദൈവമക്കളോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം, അമിത ശക്തിയുടെ ടാപ്പ് ദൈവം തുറക്കുന്ന വർഷമായിരിക്കും ഈ വർഷം. കൃപാവരങ്ങളുടെ ടാപ്പ് ദൈവം തുറക്കുന്ന വർഷമായിരിക്കും. ശുശ്രൂഷയുടെ ടാപ്പ് ദൈവം തുറക്കുന്ന വർഷം. നിന്റെ മേൽ അഭിഷേകത്തിന്റെ വർധനവിനായി കൃപാ സാന്നിധ്യം ടാപ്പ് തുറന്നു വിടുന്ന വർഷം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മശക്തിയുടെ അളവറ്റ ആമേൻ നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നീ ആത്മശക്തി ആഗ്രഹിക്കുമ്പോൾ തന്നെ തുറക്കപ്പെടാത്ത പല മേഖലകളും നിനക്കായി ദൈവം ഈ ആണ്ടിൽ തുറക്കും. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരമടിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടാത്ത പല മേഖലകളും എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വർഷമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മശക്തിയുടെ നിറവിനെ പറ്റിയും ആത്മീയ നിറവിനെ പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് നമ്മളെ പട്ടിണി വിടത്തില്ല. നിങ്ങൾ ചെവി തുറന്ന് കേട്ടോ, കർത്താവിനോട് പറയുന്നു, തുറക്കപ്പെടാത്ത പല ഡോറുകളും തുറക്കപ്പെടാൻ പോവാണ്. അതേത് മേഖലയിലാണ് കയറി പിടിച്ചോ യേശുവിന്റെ നാമത്തിൽ. അത് ആത്മീയത്തിൽ മാത്രം ഒതുങ്ങത്തില്ലെന്നാ പറയുന്നതിന്റെ അർത്ഥം. അത് പറയുമ്പോ കർത്താവിനോട് ഇടപെടുന്ന മറ്റൊരു കാര്യം കൂടെ പറയാം. അക്ഷയോടി വന്നേ, ഒരു പാവപ്പെട്ട ദൈവദാസി, അവള് ദൈവസന മുട്ടക്കൊത്തിരിക്കേ, അവള് ദൈവസന്നിധാനത്തിരുന്ന് ഭയങ്കര പ്രാർത്ഥനയാ. പ്രാർത്ഥന എന്നാന്നറിയാമോ? ഒരു കുഞ്ഞിനെ തരണേ, ഒരു കുഞ്ഞിനെ തരണേ, കുഞ്ഞില്ലാതെ പറ്റത്തില്ല, എനിക്കൊരു കുഞ്ഞിനെ തരണേ. ഒരു കുഞ്ഞു കാര്യമാണ് ചോദിക്കുന്നത്. ഒരു കുഞ്ഞു കാര്യം ചോദിച്ചോണ്ടിരുന്ന അവക്ക് വേണ്ടി ദൈവം
ഇങ്ങനെ ഒരു ടാപ്പ് തുറന്നപ്പോ സംഭവിച്ചെന്താണെന്നറിയാമോ? ചോദിച്ചതൊരു കുഞ്ഞിനെയാണേലും കൊടുത്തത് കാലഘട്ടത്തിന്റെ പ്രവാചകനെയാ. ഇന്ന് പകൽ ആരോടാ ദൂത്? നീ ചോദിക്കുന്നൊരു കൊച്ചു കാര്യമാണേലും ഈ ആണ്ടിൽ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നീ ചിന്തിക്കുന്നതിനേക്കാൾ, നീ നിരൂപിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് അത് സ്വീകരിക്കുക. റിയാനാമ ശൈതലാദര പ്രമനഗടക അദലഗസിയ റിജസിയാദല അലമാഷിയതര. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഇനിയുള്ള ദിവസങ്ങളിൽ സാധാരണ ദിവസമെന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങുന്ന ദിവസം അവസാനിക്കുന്ന സാധാരണമായിട്ടായിരിക്കത്തില്ല, ചില ദൈവ പ്രവർത്തികളുമായിട്ടായിരിക്കും ആ ദിവസം അവസാനിക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ മാത്രം ആരാധിച്ച് സ്വീകരിക്കുക. ഹല്ലേലൂയ. ചുമയൊരു ഭയങ്കര വില്ലനല്ലേ യേശു. ഞാൻ കുറെ ദിവസമായി ശാസിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഞാൻ ശാസിക്കുന്നു, നിങ്ങൾ സൗഖ്യമാവുന്ന എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയില്ല. ആ ദൈവത്തിന് ഇങ്ങനെയും ചില പരിപാടിയുണ്ട്. മക്കളില്ലാത്ത ഒരുത്തനെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിച്ചു. അവന്റെ പേര് അബ്രഹാം. പുള്ളിക്ക് മക്കളില്ല, പക്ഷെ പുള്ളി എലിമേ എന്തുവാ റോസ്മേന്റെ അബിമേലേക്ക് കൊട്ടാരത്തിൽ ചെന്ന് പുള്ളി പ്രാർത്ഥിച്ചപ്പോ തടഞ്ഞു വെച്ച എല്ലാ ഗർഭപാത്രങ്ങളും തുറന്നു. എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഒരു മോഹം പോലും ഇല്ലാത്ത ഒരുത്തം പ്രാർത്ഥിച്ചപ്പോ അവിടുത്തെ കെട്ടുപൊട്ടി. ദൈവത്തിന് അങ്ങനെ ഭയങ്കര രസകരമായ സംഗതികളുണ്ട്. ജോസഫ് ഏതായാലും വന്നല്ലേ, ജോസഫ് ഇങ്ങോട്ട് വാ. ജോസഫിനോടൊരു തൂത് പറയാതെ അങ്ങനെ. ജോസഫ് എന്ന് പറഞ്ഞ ഒരുത്തനെ കാരാഗ്രഹത്തിലിട്ടു. ഒറിജിനൽ ജോസഫ് ഇവിടെ നിൽപ്പുണ്ട്. ജോസഫിനെ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിലിട്ടു. അപ്പൊ ജോസഫ് രാവിലെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുക, ആ ഉപ്പുമാവിന്റെ പാത്രം ഇപ്പം കിട്ടുമായിരിക്കും. രാവിലത്തെ കോട്ട ഉപ്പുമാവ് കിട്ടും. ജോസഫ് രാവിലെ ഉപ്പുമാവിന്റെ പാത്രം പ്രതീക്ഷിച്ച് ആ മെസോളിലോട്ട് മറ്റ് തടവുകാരുടെ കൂടെ പാത്രം എടുക്കാൻ വേണ്ടി, പാത്രം കിട്ടുമെന്നും പ്രതീക്ഷിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ അവൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നു. കൊട്ടാരത്തിൽ നിന്നൊരു വിളി വന്നു. കൊട്ടാരത്തിൽ നിന്നൊരു വിളി, നിന്നെ ഫറവോൻ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ വീണ്ടും പ്രവചിക്കുകയാണ്, നീ ചിന്തിക്കുന്നത് എന്തായിരിക്കും അതിനേക്കാൾ മേത്തരമായ ചില വിളികൾ വരാൻ പോകുന്നു. അതിനേക്കാൾ മേത്തരമായ ചില കോൾ വരാൻ പോകുന്നു. അതിനേക്കാൾ മേത്തരമായ ചില ഡോറുകൾ തുറക്കപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ സാധാരണ ദിവസം അസാധാരണ ദിവസമാക്കി ദൈവം മാറ്റാൻ പോകുന്നു. In the name of Jesus. ആത്മാവിനെ തരങ്ങി നിൽപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളെ കർത്താവ് തുറക്കുകയാണ്. പ്രതീക്ഷിക്കാത്ത ചില മേഖലകളെ കർത്താവ് തുറക്കുകയാണ്. നിന്റെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെടുമ്പോൾ തന്നെ ദൈവാത്മാവിനോട് പറയുന്നു, അതുകൊണ്ട് ഒതുങ്ങത്തില്ല. ഭൗതികമായും ചിലത് ദൈവം ഇന്ന് പകൽ തുറക്കുകയാണ്. വർദ്ധനവ് 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 വർദ്ധനവ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വർദ്ധനവ് വർദ്ധനവ്.
ഈ പൗലോസ് എപ്പം ദൈവനും ആത്മപ്രേരിതനായി ഏത് സഭയ്ക്ക് കത്തെഴുതിയോ, പുള്ളിയുടെ വിഷയം അവരുടെ ഭൗതികം ഒന്നും പൊക്കി കൊടുക്കുക എന്നുള്ളതല്ല. പൗലോസ് എന്ന പാസ്റ്ററിന് ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങോട്ട് കത്തെഴുതിയാലും ആ സഭ ആത്മീയമായി വർദ്ധിക്കണം. ഈ എഫേസ്യ ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ പുള്ളി കാരാഗ്രഹത്തിൽ കഴിഞ്ഞ് 4 ലേഖനങ്ങൾ എഴുതി. അതിലൊന്ന് ഈ എഫേസ്യ ലേഖനം. ഇത് കഴിഞ്ഞപ്പോൾ പുള്ളി വേറൊരു ലെറ്റർ എഴുതി, അതിന്റെ പേരാണ് കൊലോസ്യ ലേഖനം. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലമോൻ, അല്ലേ? 4 ലേഖനങ്ങൾ അദ്ദേഹം കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതിയത്. അതിലൊരു ലേഖന കൊലോസ്യ ലേഖനം. ആ ലേഖനത്തിൽ ആ സഭയ്ക്ക്, കൊലോസിയിലുള്ള സഭയ്ക്ക്, കൊലോസ്യ പട്ടണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എഫെസോസ് പട്ടണത്തിന്റെ പ്രത്യേകത ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. എഫേസ്യ ലേഖനം, എഫേസ്യ സഭ സ്ഥാപിക്കപ്പെട്ടത് എഫെസോസ് എന്ന പട്ടണത്തിലായിരുന്നു. ആ പട്ടണത്തിന്റെ പ്രാധാന്യത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദുബായ്, ഇന്ന് വേൾഡ് ദുബായ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ, ട്രേഡിംഗ് സെന്റർ ആയിട്ട് ലോകത്തിന്റെ ഒരു ട്രേഡിംഗ് സെന്ററാണ് ദുബായ് എന്നതുപോലെ അന്നത്തെ പ്രാചീന ലോകത്തിലെ അറിയപ്പെടുന്ന ബിസിനസ് കേന്ദ്രമായിരുന്നു എഫെസോസ്. പറയാൻ സമയമില്ല, പിന്നെ എപ്പോഴും ബൈബിൾ സ്റ്റഡി നമുക്ക് പഠിക്കാതെ. അഴിഞ്ഞാട്ടത്തിന് പേരുകെട്ട സ്ഥലമായിരുന്നു എഫെസോസ്. ഒരുത്തനും ദുർമാർഗിയായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ നേരെ ഒരു വിസ എടുത്ത് എഫെസോസിലോട്ട് പോയാൽ മതിയായിരുന്നു. അത്രയും പറഞ്ഞങ്ങ് നിർത്തുക. അത് അവിടെയുള്ള ദൈവസഭയ്ക്ക് പുള്ളി എഴുതിയപ്പോഴാണ് നേരത്തെ എഴുതിയത്. നാട്ടുകാരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചോട്ടെ, പക്ഷെ നിങ്ങള് ആത്മാവിൽ ശക്തിപ്പെടണം. എന്നിട്ട് കൊലോസ്യ സഭയ്ക്ക് കാരാഗ്രഹത്തിൽ കിടന്ന് കൊലോസ്യർക്കൊരു ലേഖനം എഴുതി. കൊലോസിയിലുള്ള സഭയ്ക്ക്, കൊലോസി പട്ടണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ കറുത്ത ആട്ടിൻ രോമങ്ങൾ, ഏറ്റവും മെച്ചമായ മിനുസമുള്ള കറുത്ത ആട്ടിൻ രോമങ്ങൾ, ചെമ്മരിയാടിന്റെ രോമങ്ങൾ, ദ ബെസ്റ്റ് കമ്പിളികളൊക്കെ കിട്ടുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കച്ചവടം നടക്കുന്ന പട്ടണമായിരുന്നു കൊലോസ്യ പട്ടണം. എന്തിന്റെയാ? കറുത്ത മിനുസമുള്ള ആട്ടിൻ രോമങ്ങൾ, അന്നത്തെ ഫസ്റ്റ് ക്വാളിറ്റി. കൊല്ലത്ത് വന്നാൽ ഫസ്റ്റ് ക്വാളിറ്റി കശുവണ്ടി പരിപ്പ് കിട്ടുമെന്ന് പറയുന്ന പോലെ അന്നത്തെ ലോകത്തെ ഏറ്റവും നല്ല കമ്പിളി, നല്ല മിനുമിനുത്ത കമ്പിളി കിട്ടണമെങ്കിൽ കൊലോസി പോയാൽ മതിയായിരുന്നു. അപ്പൊ അതിന്റെ വലിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു കൊലോസി. ഈ കൊലോസ്യ പട്ടണത്തില് ദൈവമക്കൾക്ക് കത്തെഴുതിയ സഭയ്ക്ക് ഒരു ലെറ്റർ എഴുതിയപ്പോ, നിങ്ങളെല്ലാരും കമ്പിളി കച്ചവടത്തിൽ നിങ്ങളെല്ലാം ഭയങ്കര കച്ചവടക്കാരായി മാറി സഭയ്ക്ക് നല്ല പണം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത്. നല്ല പ്രാർത്ഥിച്ച് കേട്ടില്ല. നിങ്ങളെല്ലാം കച്ചവടത്തിൽ വെച്ചടി പൊങ്ങി വരണം, അതല്ല പുള്ളിയുടെ പ്രാർത്ഥന. കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കണോ? വായിക്കാം നമുക്ക്. എടുത്തേ കൊലോസ്യ ലേഖനം, ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 2. ഹല്ലേലൂയ. 2-ാമത്തെ അധ്യായം, അതിന്റെ 6-7 വാക്യങ്ങൾ. കൊലോസ്യർ 2:6. നമുക്കൊന്ന് ശാന്തമായി നോക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി നിങ്ങൾ വേദപുസ്തകത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കാതെ എന്നെ നോക്കിക്കോ, അല്ലെ വചനമായിട്ട് നോക്കിക്കോ. എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തു? നിങ്ങൾ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ കൈ മേടിച്ചെന്നാണോ അതിനർത്ഥം? കൈക്കൊള്ളുക എന്ന വാക്കിന് അർത്ഥം എന്നാ? സ്വീകരിക്കുക, അല്ലേ? നമ്മുടെ പഴയ അപ്പച്ചന്മാരൊക്കെ പള്ളി പോകുമ്പോൾ പറയും കുർബാന കൈക്കൊണ്ടു, അല്ലേ? കുർബാന സ്വീകരണം, അല്ലേ? കർത്തൃമേശയിൽ നിന്ന് ഭാഗവാക്കായി എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം സ്വീകരിക്കുക. അപ്പൊ നിങ്ങളെല്ലാം ദൈവമക്കളെ, കൊലോസിയിലെ ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം എന്നാണെന്നറിയാം? നിങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു.
ഇപ്പം നിങ്ങൾ ദൈവമക്കളാണ്. കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ദൈവമക്കൾ മാത്രം ആ കരം ഉയർത്തി ഒന്ന് വീശി ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. എനിക്ക് എന്തൊരു സന്തോഷം നിങ്ങളുടെ ആ കരങ്ങൾ കാണാൻ. ഇന്ന് കർത്താവ് വന്നാൽ നിങ്ങളെ കർത്താവ് കൊണ്ടുപോകും. നമുക്ക് ഒരുമിച്ച് പോകാം. ആ ഉറപ്പിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ നിങ്ങളെല്ലാരും യേശുവിനെ എന്തോ കാർഡെന്നാ സാറേ പറയുന്നേ, മറ്റേ ഒരു കാർഡ് പൂരിപ്പിച്ചു കൊടുക്കുമല്ലോ, ടിക്കറ്റ് കൊടുക്കും. പണ്ടൊക്കെ ക്രൂസൈഡിൽ പോയാ നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നുള്ള കോളത്തിനകത്തൊരു ടിക്കറ്റാ മതി. എന്നിട്ട് അത് വോളണ്ടിയേഴ്സിന്റെ കൊടുക്കണം. ഞാനൊന്നും ടിക്കറ്റ് വിശ്വാസത്തിൽ വന്ന ആളല്ല, ചൊവ്വിന് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വന്ന. ടിക്കറ്റ് വിശ്വാസികളെല്ലാം ടിക്കുമായി മാതിരി അങ്ങ് പോവും. ഇത് ടിക്കറ്റ് പരിപാടിയല്ല. ഇത് പ്രോമിസ് കാർഡിനകത്ത് എഴുതി കൊടുക്കുവല്ല രക്ഷിക്കപ്പെടാൻ. കർത്താവിനെ വാഗൊണ്ട് പറഞ്ഞ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പം ആരുടെയായിരുന്നു, ഷീന സിസ്റ്ററിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട് പോയതാ. പക്ഷെ അവിടെ കുറച്ച് പേര് അവിശ്വാസികളായിട്ടുള്ള അവരുടെ സഹോദരങ്ങളുണ്ടായിരുന്നു. അവരോട് സുവിശേഷം പറയാൻ വേണ്ടി ദൈവം അവസരം തന്നു. പിന്നെ മരണ വീട്ടിൽ പോയാലും യേശുവാണ് നമ്മുടെ ലക്ഷ്യം. യേശുവിനെ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾ അവിടെ വെച്ച് സുവിശേഷം പറഞ്ഞു. അതിലൊരു തമിഴ് ആന്റി, ആ തമിഴ് സഹോദരി മലയാളിയാണ്, തമിഴ്നാട്ടിൽ താമസിക്കുന്നു. ആ സഹോദരി പറയാണ്, എനിക്ക് യേശുവിനെ വേണം. ഓ എന്റെ പൊന്നോ, ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞു കവിഞ്ഞു. പലരും സുവിശേഷം കേൾക്കുക, പക്ഷേ അതിനകത്തുനിന്ന് ഒരാൾ പറയാ എനിക്ക് യേശുവിനെ വേണം. ഇനി ആ സിസ്റ്ററിനെ ഞാൻ ജീവിതത്തിൽ കാണുമോ എനിക്കറിയത്തില്ല. അവര് തമിഴ്നാട്ടിൽ പോയി. പക്ഷെ ഒരു ഭയങ്കര കാര്യം നടന്നു. ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്ത പ്രാർത്ഥന അവരേറ്റു പറഞ്ഞ് ഹൃദയപരമാർത്ഥമായി ആ മരണ വീട്ടിൽ അവർ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ചേച്ചി, നിങ്ങളുടെ പേര് ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതിയിട്ടുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം. ഹല്ലേലൂയ. ആമേൻ. ഇനി വരുമ്പോ അവര് ഈ സ്നാനക്കുളത്തെ സ്നാനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത മാസം പിന്നെ സ്നാനമുണ്ട് കേട്ടോ. ചിലരൊക്കെ സ്നാനപ്പെടാൻ റെഡി ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് ചിലരെ കൂടെ സ്നാനജലത്തിലേക്ക് നടത്തട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ പിശാചിന്റെ പരീക്ഷ മരുഭൂമിയിലായിരുന്നെങ്കിൽ അടുത്ത സ്നാനപ്പെടുന്നവരോർത്തോണം വീടിന്റെ വാതിക്കെ ആണ് നിന്റെ പരീക്ഷ. സ്തോത്രം. അതിനകത്ത് പ്രിയ സഹോദരൻ ജയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്നാനപ്പെട്ട പരീക്ഷ ഉണ്ടെന്ന് ഓർത്തോണം. യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞു. യേശു സ്നാനപ്പെട്ട് കഴിയുമ്പോ യേശു ഒരു പരീക്ഷ ഉണ്ടായിരുന്നേ. സ്നാനപ്പെടുന്ന എല്ലാവരും ഓർത്തോണം പരീക്ഷയുണ്ട്, അതിനകത്ത് ജയിച്ചോണം. ഹല്ലേലൂയ. ഇവിടെ ഈ ദൈവദാസൻ പറയാണ്, നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു, സന്തോഷം, നല്ല കാര്യം, സ്തോത്രം. പക്ഷേ കൈക്കൊണ്ടിട്ട് അങ്ങ് പോയാ പോരാ. കൈക്കൊണ്ട നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. സ്തോത്രം, 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 സ്തോത്രം. ക്രിസ്തീയ ജീവിതം ഒരു ദിവസത്തിൽ തുടങ്ങി തീരുന്നതല്ല. അവനെ രക്ഷകനായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ അത് ഓൺ ഗോയിങ് പ്രോസസ് ആണ്. മരിക്കുന്നിടം വരെ പോരാട്ടം നടത്തി വിശുദ്ധിക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി എന്നും ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറഞ്ഞേ, രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രം പോരാ, കൂട്ടായ്മ നടക്കണമെന്ന് പറ. ആ കൂട്ടായ്മയ്ക്ക് കൂടാൻ സമയമുണ്ടെങ്കിൽ വേണ്ടേ? പലരും പറയുന്നത് ഓൺലൈനിൽ ഞങ്ങൾക്ക് നന്നാ മതി, ഞങ്ങൾ വീട്ടിലിരുന്നോണ്ട് കൂടിക്കോളാം. എന്ത് ചെയ്യണം? നിങ്ങൾ അവനെ കൈക്കൊണ്ട പോലെ എന്ത് ചെയ്യണം? കൂട്ടായ്മ നടക്കണം. രക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരിടത്ത് ഇരിക്കണമെന്നല്ല. രക്ഷിക്കപ്പെട്ട നീ കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ?
ഇന്നത്തെക്കാൾ ഗ്ലോറിയിലേക്ക് നിന്നെ അടുത്ത ദിവസം അവൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, കൃപയിൽ നിന്ന് അധികം കൃപയിലേക്ക്, ജീവനിൽ നിന്ന് അധികം ജീവനിലേക്ക്, അഭിഷേകത്തിൽ നിന്ന് അധികം അഭിഷേകത്തിലേക്ക്, ഇന്നത്തെ നിന്റെ ആത്മീയ അനുഭവത്തിൽ നിന്ന് അധികം ആത്മാവിൽ ബലപ്പെടുന്ന അടുത്ത മേഖലയിലേക്ക് നീ അവന്റെ കൂടെ നടക്കണം. അതിന് നിന്നെ സഹായിക്കുന്ന ഘടകമാണ് സഭ. അതിന് നിന്നെ സഹായിക്കുന്ന കൂട്ടമാണ് ആത്മീയ കൂട്ടായ്മകൾ. സ്തോത്രം. അപ്പൊ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? കൊലോസ്യ ലേഖനം എഴുതിയപ്പോ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കൊലോസ്യയിലെ ദൈവമക്കളെ പറ്റി ചിന്തിച്ച് അവരെ പറ്റി ഓർത്ത് എഴുതുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കല്ലേ, നിങ്ങൾ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. എന്നിട്ട് അവനിൽ വേരൂന്നിയും. ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് തന്നെ പോട്ടെ. ബൈജു ബ്രദറിനൊക്കെ ദൈവനും പഠിക്കുന്ന ഭയങ്കര ഇഷ്ടം. എന്നോട് നാൾ പറയുകയുണ്ടായി. എന്തോ ചെയ്യണം? അവനിൽ. ഒന്ന് കരമടിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചേ. ഇത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് കരമടിച്ച് ചോദിച്ചതെങ്കിലും ചിലർ ഉണരാൻ വേണ്ടി കൂടെ ഞാൻ ചെയ്യിപ്പിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒത്തിരി വർഷം പള്ളിക്കൂടത്തിൽ പിള്ളേരെ പഠിപ്പിച്ചല്ലേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഒരാളെ ചലിച്ചാൽ അറിയാൻ പറ്റും. അത് ടീച്ചേഴ്സിന് ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ്. പുറകോട്ട് തിരിഞ്ഞ് ഇന്ന് ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ടീച്ചർ തിരിഞ്ഞ ചോക്ക് ഒരുത്തന്നെ തലമണ്ടയ്ക്കിട്ട് എറിയുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കത് അത്ഭുതമായിരുന്നു. കാരണം അങ്ങോട്ട് തിരിഞ്ഞ ടീച്ചർ എങ്ങനെയാണ് അവിടെ ഇരുന്ന് അവൻ വർത്താനം പറഞ്ഞ് കണ്ടെന്നായിരുന്നു. പിന്നെ എനിക്കും ആ കൃപ കിട്ടി. ഞാനും ഇഷ്ടം പോലെ ചോക്കെറിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അന്നേരം ശല്യം ചെയ്ത ആളുടെ തലയിൽ തന്നെ ചെന്ന് കൊള്ളും. അത് ഈ ദാവീദിന്റെ കല്ല് പോലത്തെ ഒരു പ്രത്യേക ഒരു അഭിഷേകം അതിനകത്തുണ്ട്. സ്വതന്ത്രം പറയുന്നില്ല. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ആത്മാവിൽ എന്ത് ചെയ്യണം? കൂട്ടായ്മ നടക്കണം. അതെന്തിനാന്നറിയോ? എന്തിനാ? അവനിൽ വേരൂന്നിയും. ഹല്ലേലൂയ. എന്റെ ഇന്നത്തെ വിഷയം ആത്മീയ വർധനമാണ്. ഇൻക്രീസ് എന്ന് പറയാ കേവലം ഇൻക്രീസ് അല്ല, സ്പിരിച്വൽ ഇൻക്രീസ് നടക്കണം. ആത്മീയ വർധനവ് നടന്നാൽ ബാക്കി എല്ലാ വർധനവും ഉണ്ടാകും. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ അഭിഷേകത്തിന് എഴുതുകയാണ്, അവന്റെ കൂട്ടായ്മയിൽ നിങ്ങൾ നടപ്പീൻ. എന്തിന്? അങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് എന്തോ സംഭവിക്കും? നിങ്ങൾ അവനിൽ വേരൂന്നും. എന്താ ഈ വേരൂന്നുക എന്ന് പറഞ്ഞാൽ? തലമുടിയൊക്കെ അവിടെ ഇരിക്കട്ടാ. സ്തോത്രം. അവനിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ എന്താ? വേരൂന്നുക എന്ന് പറഞ്ഞാൽ വേര് താഴോട്ട് ഇറങ്ങുക എന്ന്. ഒരു തെങ്ങ് നല്ലപോലെ അത് വേര് ഊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? അതിന്റെ വേര് നല്ലപോലെ മണ്ണി പിടിച്ചിട്ടുണ്ടെന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ തെങ്ങ് നല്ലപോലെ വേര് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? അങ്ങനെ ഇങ്ങനെ ഒന്നും പുള്ളി വീഴുകയല്ലെന്ന് അതിനർത്ഥം. ചിലർ കേൾക്കുന്നില്ല. നീ അവന്റെ അകത്തോട്ട് നിന്റെ വേരിറങ്ങി ചെന്നാൽ ഈ ലോകം മൊത്തം ഇളകി വന്നാലും 10,000 വാളുകളുമായി നിനക്കെതിരെ നിന്നാലും നീ അനങ്ങത്തില്ല. കാരണം നിന്റെ വേര് അവന്റെ അകത്ത് കിടക്കുക. കേൾക്കുന്നവർ ആമേൻ പറ. കേൾക്കുന്നവർ ആമേൻ പറ. എനിക്കറിയത്തില്ല, ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച സന്ദേശം മാറ്റിയിട്ട് ആദ്യം ഇത് പറയാൻ ദൈവാത്മാവരോട് പറഞ്ഞുകൊണ്ട് ഇന്ന് പകലത് ചിലരെ ബലപ്പെടുത്താനായി ആത്മാവ് സംസാരിക്കുന്നു. നീ വീഴാതെ നിൽക്കണമെങ്കിൽ നിന്റെ വേര് അവനിൽ ഇറങ്ങി ചെല്ലണം. കരമടിച്ചടുത്ത് 2 മിനിറ്റുകൾ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ Hallelujah. Glory to Jesus. Come on, Adala Bagasiyata.
അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത പ്രവചന ശബ്ദം ദൈവാത്മാവിനോട് പറയുന്നു, അവിടെയും ഇവിടെയും മറ്റു പലയിടത്തും വേരുപിടിച്ച ചിലതിനെ അതിന്റെ വേര് പൊട്ടാതെ ആ ഏരിയ മൊത്തം ഇളക്കി ദൈവം ദൈവസഭയ്ക്കകത്ത് കൊണ്ട് നടാൻ പോകുകയാണെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലതിന് ദൈവം വേരോടെ പറിച്ചെടുത്ത് യേശുവിന്റെ നാമത്തിൽ കൊണ്ട് നടാൻ പോകുകയാണ് ഈ ആണ്ടിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൂതനായ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കർത്താവ് ഭോഷ്ക്ക് പറയത്തില്ല, കർത്താവ് പറഞ്ഞാൽ കർത്താവ് അത് ചെയ്ത് കാണിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ ടിവിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ UK കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് അവിടെ പോയ സമയത്ത് കണ്ട മനോഹരമായൊരു കാഴ്ചയുണ്ട്. അത് നേരിട്ട് അന്നേരം അവിടെ വെച്ചാ കണ്ട്. പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചാ അത് കണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെ പിക്കാസും കൊണ്ട് ചുവട് മൊത്തം മാന്തി കുറെ അതിന്റെ വേരും പൊട്ടി കിട്ടിയാ കിട്ടി, ഇല്ല ഇല്ല അങ്ങനെ കൊണ്ട് എവിടെയെങ്കിലും കുഴിച്ചു വെക്കാമല്ലോ. അവിടെയൊക്കെ ഒരു മരം നമുക്കിവിടെ, എനിക്കിവിടെ ആ നാരക അവിടെ ഒന്ന് ഒന്ന് നട്ടാക്കൊള്ളാന്നുണ്ട്. ഞങ്ങൾ വേറൊരു മരം ഇവിടുന്ന് പറിച്ച് അപ്പുറത്ത് കൊണ്ട് നട്ടു, കാരണം പാർക്കിങ്ങിന് സ്ഥലം ഇല്ലാഞ്ഞോണ്ട്. ഈ നാരകം പറിച്ച് നടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കൊരു പേടി ഇത് പറിച്ചാൽ പോവുമെന്ന്. പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ UK ഞങ്ങൾ കണ്ടത് ഒരു മരം ഒരിടത്തൊന്ന് അടത്തിക്കൊണ്ട് പോകണമെന്ന് വെച്ചാൽ ആ മരം നിൽക്കുന്നിടത്തോട്ട് നാളെ ഒരു റോഡ് വരുവാണെങ്കിൽ ആ മരം കളയത്തില്ല അവര്. ഒരു ഭയങ്കര 2-3 യന്ത്രങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അടിയിലോട്ട് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഇറക്കും. തൂമ്പ പോലൊന്നും ഭയങ്കര ബിഗ് മെഷീൻസ് വന്ന ആ മരം നിൽക്കുന്ന ഏരിയ മൊത്തം തോണ്ടി ഇങ്ങെടുക്കും. ആ മരം പോലും അറിയത്തില്ല. മരം നിന്ന ആ പ്രദേശം മൊത്തം ഇപ്പം തന്നെ ഈ മെഷീന്റെ കൈക്കത്തിരിപ്പുണ്ട്, ആഴത്തി നിങ്ങ മൊത്തം. എന്നിട്ട് ഈ 1 സെന്റ് ഭൂമിയാന്ന് തോന്നുന്നു, അത്രയും കാണും. ഈ ഭൂമി മൊത്തം കൊണ്ടുപോയി ഈ മരത്തിന് വേണ്ടി ഭൂമി മൊത്തം അടർത്തി എടുത്തോണ്ട് പോയിട്ട് വേറൊരു കുഴി കൊണ്ട് ഇവനെ വെക്കും. ആ മരം അറിയത്ത് പോലും ഇല്ല. സ്വത്രം പറയുന്നില്ല. അത് ഇന്ന് പകൽ ഞാൻ ചിലരോട് പ്രവചിക്കുകയാണ്, അടപടലം ദൈവം ചിലത്തിനെ പോക്കാൻ പോവാണ്. അടപടലം ദൈവം ചില കുടുംബങ്ങളെ വേരോടെ പറിക്കാൻ പോകുക. അതിനകത്തുനിന്ന് ഒരെണ്ണം പോലും രക്ഷപ്പെടത്തില്ല. സകല എണ്ണവും കർത്താവിന്റെ കസ്റ്റഡിക്കകത്ത് വരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം ചിലതിനെ വേരോടെ പിഴുതെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ നമ്മൾ ഈ അവനിൽ വേരൂന്നിയ ടീമുകളൊന്നും അല്ലായിരുന്നു. നമ്മളെ പിശാചിന്റെ രാജ്യത്ത് കടന്ന ദൈവം തമ്പുരാൻ നമ്മളെ നോട്ടമിട്ടപ്പോ ഉദയം ബ്രദറിനെ വേരോടെ അങ്ങ് പൊക്കി. അവിടുന്ന് ഇതുപോലെ ഇങ്ങ് മാന്തി എടുത്തിട്ട് ദൈവത്തിന്റെ രാജ്യത്ത് കൊണ്ടങ്ങ് നട്ടു. സ്വതന്ത്രം പറയുന്നില്ല. അങ്ങനെയൊക്കെ നടാൻ ഭാഗ്യം കിട്ടിയവര് അവിടെ വളർന്ന വേരുണ്ടല്ലോ, ആ വേരങ്ങോട്ട് ആഴത്തിൽ ഇപ്പൊ ഇറങ്ങിയത്. നീ എവിടാണോ നിൽക്കുന്നത് അവിടെ നിന്റെ വേരിറങ്ങുന്നത്. ഇപ്പം നിന്റെ വേരിറങ്ങുന്നത് നീ ക്രിസ്തുവിലായതുകൊണ്ട് നിനക്ക് വേണ്ടിയ സകല ലവണങ്ങളും വരുന്നത് അവനിൽ നിന്നാണ്. ഇന്ന് പകൽ സൗഖ്യം വേണ്ടിയവർ സ്വീകരിച്ചോ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ഓടുന്ന രക്തം അവന്റേതാകട്ടെ, നിന്റെ പൈതൃകം അവന്റേതാകട്ടെ, നിന്റെ പാരമ്പര്യം അവന്റെ ക്രൂശിലേതാകട്ടെ. നിനക്കുള്ള സകലതും അവനിൽ നിന്നാണ്. ചിലര് പറയും അതൊക്കെ എഴുതി വെച്ചിരിക്കുവോ പാസ്റ്ററെ, കൊച്ചു ജനിച്ച കാലത്ത് എഴുതി വെച്ചിരിക്കുക. ഇതിന് 27-ാം വയസ്സിലെന്തോ അനർത്ഥം വരുമെന്ന് പറിച്ചു കീറി തൂരക്കള. ഇന്ന് അവന്റെ ചരിത്രം മാറി. കാരണം എന്നാ ചോദിച്ചാൽ അത് പഴയ നോട്ടാ നീ പറയുന്നത്, അത് പഴയതാ നീ പറയുന്നത്. ഇന്ന് നീ കണക്റ്റഡ് ആയിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്.
എല്ലാ വർഷവും ഡിസംബറിൽ ആശുപത്രി മുറിഞ്ഞ്, കാലും മുറിഞ്ഞ്, കൈയും മുറിഞ്ഞ് കിടക്കുന്ന ഒരു പുള്ളി അത് അവിടെ ഇരുന്ന് കൈയും പൊക്കി നിൽക്കുന്നത്. സഭ, ദൈവം തന്ന അധികാരത്തിൽ 2 കൊല്ലം മുമ്പ് സഭ അതിനെ ക്യാൻസൽ ചെയ്തു. ഈ ഡിസംബർ മുഴുവൻ ദൈവസഭയ്ക്ക് വേണ്ടി പണിയെടുക്കുമായിരുന്നു ഇവിടെ വന്ന്. സ്വോത്രം പറ. നിന്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കണമെന്ന് നീ ആരുമായിട്ടാണോ കണക്റ്റഡ് ആയിരിക്കുന്നത് അവൻ തീരുമാനിക്കും. ഹല്ലേലൂയ. അവനിൽ വേരൂന്നണം. അടുത്തിരിക്കുന്ന ആളെ കൈ ഒന്ന് പിടിച്ചു പറഞ്ഞേ, അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നവന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പീൻ. ഓ ഹോളി സ്പിരിറ്റ്, ഖമനധലഗസിയതല ശമനകലബഗസിയ ഫുറഖദലബഗസിയതല. നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. നീയും നിന്റെ കുടുംബത്തിന് വേരറ്റു പോകുമെന്ന് ശപിച്ച ശാപങ്ങളെ ഇന്നു പകൽ യേശുവിന്റെ രക്തത്താലും അവന്റെ വചനത്താലും അവന്റെ ആത്മാവിന്റെ ശക്തിയാലും യഹോവയുടെ അഭിഷക്തൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനതിനെ ഈ പകൽ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ആ നെഗറ്റീവ് പദങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ. ചിലതൊന്നും ചിലടത്ത് വേര് പിടിക്കുകയില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിന്റെ കുടുംബത്തെ വേര് പിടിപ്പിച്ച് കാണിക്കും. വിശ്വസിക്കുന്ന കാരമടിച്ചു സ്തോത്രം ചെയ്യ. നീ വേര് പിടിക്കത്തില്ലെന്ന് പറഞ്ഞതിന്റെ മുമ്പിൽ ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും വേര് പിടിപ്പിച്ച് കാണിക്കും. ഓ ജാനാദിയ ശമാരിയതലധന അർക്കാടകച്ചസിയതല. ഈ സാത്താനും അവന്റെ കൂടെ നടക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം വന്നെന്നറിഞ്ഞാൽ, ഒരു പ്രയാസം ഉണ്ടാകുന്നറിഞ്ഞാൽ ഉടനെ പറയുന്ന പരിപാടി എന്നായിരിക്കുമെന്ന് അറിയോ? കൈകൊട്ടി പാട്ട് പാടാൻ പോയിട്ടാ കണ്ടില്ലേ? ഇന്ന് വരെ എങ്ങനെ ആയി? എന്നെ സംഗതി എന്നറിയോ? നീ എന്ന മരത്തേന്ന് 2-3 ഇല പൊഴിഞ്ഞു, അതാ കേസ്. എന്തുവാ? കുറച്ച് ഇലയൊക്കെ പൊഴിഞ്ഞു. പക്ഷെ പൈശാചിക മണ്ഡലങ്ങൾ അറിയുന്നില്ല, ആ പൊഴിച്ചിലൊക്കെ അടുത്ത തഴച്ചുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണെന്ന്. ആ പൊഴിയുന്നതൊക്കെ അടുത്ത തഴച്ചുള്ള വളർച്ചയ്ക്ക് ആണെന്ന് ഈ പിശാചിന്റെ പദ്ധതികൾ കരഞ്ഞുകൂടാ. ഇന്ന് പകലും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളോട് ഞാൻ പ്രവചിക്കുന്നു, നീ അറിയാത്തൊരു തഴച്ചു വളർച്ച ദൈവം ഈ ആണ്ടിൽ നിനക്ക് കൽപ്പിക്കുകയാണ്. വിശ്വസിക്കാൻ ആത്മാവിൽ കരുത്തുള്ളവർ കരമടിച്ചത് സ്വീകരിച്ചോ. ആ കുടുംബങ്ങളൊക്കെ ഉണങ്ങിപ്പോകും, ആ തലമുറകളൊക്കെ തീർന്നു പോകും, ആ മരമെല്ലാം കുറ്റിച്ചെടി പോലെ ആയിപ്പോകും, അതെല്ലാം ഒരിക്കൽ പട്ടുപോകും, ആ സ്ഥലത്തിന് അത് ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ദുരാത്മ മണ്ഡലങ്ങളെ കേട്ടോ. നീ അറിയാത്തൊരു സംഗതിയുണ്ട്, നിനക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. നിനക്ക് മോളിലത്തെ തടി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഇതിനകത്തുനിന്ന് 4 ഇല പൊഴിഞ്ഞ നീ കാണുന്നുള്ളൂ. നീ അറിയാത്ത ആഴത്തിലുള്ള വേറെ സംഗതി വേറെ മണ്ഡലത്തിൽ കിടക്കുക. ഓ കമോൺ എടാ പിശാച, നീ കാണാത്തത് വേറെ കണക്ഷനിൽ കിടക്കുക. നിനക്കറിയത്തില്ല വേറെ എവിടെ വരെ ചെന്നിട്ടുണ്ടെന്ന്. ആ വേര് പോകാത്തിടത്തോളം കാലം ഒരു പ്രവചനം നിന്റെ ഒരു പദ്ധതി നിവൃത്തിയാകത്തില്ല. ഹല്ലേലൂയ. സാത്താൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നീ ഊറി ചിരിച്ചോണം. സ്വതന്ത്രം പറ. കാരണം നിനക്കേ അറിയത്തുള്ളൂ ഈ വേര് കണക്റ്റഡ് ആയിരിക്കുന്നത് ആരുമായിട്ടാണ്. എനിക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നല്ലൊരു വാക്യമുണ്ട്.
ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് കർത്താവ് ഇങ്ങനെ ഓർമ്മ ഓരോ തരുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോവാ. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അതിൻ്റെ തടിയെല്ലാം കെട്ടുപോയി, എല്ലാം നശിച്ചു പോയി, നാശമായാലും അതിൻ്റെ വേര് വെള്ളത്തിൻ്റെ ഗന്ധം തട്ടിയാൽ, വെള്ളത്തിലോട്ട് ചെന്നാലെന്നല്ല, അവിടെ എതിലേക്കൂടെയും വെള്ളം പോകുന്ന മണമടിച്ചാൽ മതിയെന്ന്, അത് പിന്നെ തഴച്ചു വളരുമെന്ന്. ഞാനീ പറയുന്ന വെള്ളത്തിന്റെ പ്രത്യേകത അതാ. അതിന്റെ മണം തട്ടിയപ്പോലും ജീവൻ വ്യാപരിക്കും. ഈ നദിയുടെ മണമടിച്ചാൽ ജീവൻ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ ആ പരിശുദ്ധാത്മാവിനെ നന്ദി പറഞ്ഞ് അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി, യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്ത്. അവൻ ആത്മനദിയുടെ ഗന്ധമടിച്ചാ മതി, നീ പിന്നെയും പൊട്ടി തഴച്ചു വളരും. ഹല്ലേലൂയ. പക്ഷെ വേര് എവിടെയെങ്കിലും വളർന്നിറങ്ങിയാ പോരാ. സ്തോത്രം. യേശു ഈ വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞപ്പോ യേശു ഒരു കാര്യം പറഞ്ഞു. വഴിയേരി വീണനെ പറവ കൊത്തിക്കളഞ്ഞു. മണ്ണ് കുറച്ചുണ്ടായിരുന്ന സ്ഥലത്ത്, വളരെ മണ്ണ് ശോഷിച്ച് കിടന്ന സ്ഥലത്ത് ചിലത് വീണു. അതിന് വേരില്ലായിക നിമിത്തം അതെന്ത് ചെയ്തു? സ്തോത്രം പറഞ്ഞു. നല്ല ഒന്നാന്തരം മണ്ണ് കിളച്ചു മറിച്ചിട്ടിരിക്കുക. ഈനകത്തോട്ട് വേരങ്ങോട്ട് വീടണം. ആമേൻ പറ, ആമേൻ പറ. ഒരു ഞായറാഴ്ചത്തെ പ്രസംഗം കേട്ട് ജീവിക്കാൻ നിൽക്കല്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനമെന്ന മണ്ണിനകത്ത് നിന്റെ വേരാഴത്തിൽ ഇറങ്ങട്ടെ. പ്രതികൂലങ്ങളുടെ ചൂടിനകത്ത് നീ വാടാതെ നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വചനമെന്ന ദൈവവചനമെന്ന മണ്ണിനകത്ത് നിന്റെ വേരിറങ്ങണം. വേരില്ലേ നീ നശിച്ചു പോകും, വേരില്ലേ നീ വാടിപ്പോകും. ഈ പകല വേര് നിന്റെ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഏത് വെല്ലുവിളികൾ ഉയർന്നാലും, ഏത് പ്രശ്നം നിനക്കെതിരെ വന്നാലും, നീ അവനിൽ വേരൂന്നിയാൽ നിനക്ക് എന്നാ ഉണ്ടാകും? ആത്മീയ വർധനവുണ്ടാകും. ഓ സ്തോത്രം. ആ വേര് അവനിൽ ഇറങ്ങിയാൽ, ആ വേരാഴത്തിലേക്ക് ചെന്നാൽ, വെള്ളവുമായിട്ട് ഈ വേര് കണക്ട് ആയാൽ പിന്നെ ഇളകത്തില്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ. അത് പറയുമ്പോ ഞാനൊരു കാര്യം കൂടെ അങ്ങ് പറയാം. നമ്മുടെ ഷിബുവിന്റെ അവിടെ കുറച്ച് മരം നിപ്പുണ്ട് കേട്ടോ. വീട് പണിയുന്ന മരം മേടിച്ചു ഷിബുവിനോട്. ഒന്നാം തരം മരവാ. ഷിബുവിന്റെ മരമായതുകൊണ്ട് ഞാൻ സ്പോൺസർ ചെയ്ത് എന്തോ പറയുന്നത് പ്രൊമോട്ട് ചെയ്യുമല്ല. അവിടുത്തെ നല്ല ഒന്നാം തരം മരമായിരിക്കും എനിക്കറിയാം. എന്റെ കാര്യമായി പറയാൻ പോകുന്നത്. ചില മരങ്ങൾ നിങ്ങൾ പോയി മേടിച്ച കൊള്ളത്തില്ല. എന്താ കാര്യമെന്നറിയോ? നല്ല കുന്നും പ്രദേശത്ത് നിൽക്കുന്ന മരം, അത് മേടിച്ച വലിയ തടിയൊന്നും കാണത്തില്ല, വണ്ണം കാണത്തില്ല, പക്ഷെ ഒന്നാം തരം കാതലായിരിക്കും. എന്നാ കാര്യമെന്നറിയോ? 24 മണിക്കൂർ ഈനിട്ട് കാറ്റടിക്കും. അതാ ഫുൾ ടൈം അത് ആടി ഒലഞ്ഞു നിൽക്കുന്ന കൊണ്ട് ഈ ഒലച്ചിലിനനുസരിച്ച് വേര് താഴോട്ട് പോകും. സ്വത്രം പറയുന്നില്ല. ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന ഓരോ ടെക്നിക്കുകളാ. കാറ്റടിക്കാതെ വെറുതെ ഒരു സമഭൂമി നിൽക്കുന്ന മരം ഉണ്ടല്ലോ, സ്ട്രോങ് അല്ല, അത് നാളെ മറിഞ്ഞു വീഴും. പക്ഷേ കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന കാറ്റടിക്കുന്ന മരം ഉണ്ടല്ലോ, അവൻ വീഴത്തില്ല. അവൻ കുലുങ്ങും തോറും അവൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. നിനക്കെതിരെ എത്ര കാറ്റ് ആഞ്ഞടിക്കുന്നെന്ന് നോക്കിയാ മതി. നീ ആത്മാവിൽ കരുത്തുള്ളവനായി മാറാൻ ആ കാറ്റുകൾ നിനക്ക് പ്രയോജനമാണ്. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന് നേരെ കാറ്റടിക്കുമ്പോ ഓർത്തോണം, ഇത് വേര് താഴോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. ഹല്ലേലൂയ. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്നാന്നറിയാം? കോംപ്ലാൻ ബോയിയെ പോലെ ഇരിക്കും.
അവനിങ്ങനെ ചീർത്ത് വരും. കാരണം അവൻ്റെ അമ്മ എപ്പോഴും കോമ്പളം കലക്കി കൊടുക്കും, പിന്നെ ബനാട്ടോൺ കലക്കി കൊടുക്കും. പക്ഷെ മറ്റേ പിള്ളേരെങ്ങനെയാണെന്നറിയാം, അവൻ അമ്മ തിന്നുന്ന ചിക്കൻ്റെ ഇച്ചിരി എരിയുള്ളതാണേലും ഇപ്പം എടുത്ത് അവൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കും. അയ്യോ എന്നൊക്കെ കാണിക്കും. പിറ്റേ ദിവസം അവൻ തിന്നും. സ്വത്രം പറയുന്നില്ലേ? അവൻ കോമ്പളാരും കുടിച്ചല്ല വളരുന്നത്, അവന്റെ വായിലോട്ട് നല്ല കാന്താരിമുളകൊക്കെ വെച്ച് കൊടുക്കുന്നത്, കപ്പയൊക്കെ ചവച്ച് അവൻ വളരുന്നത്. ആദ്യം ഇച്ചിരി പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ മറ്റോനൊക്കെ കരുത്ത് ഇവന് കാണും. കാര്യം ഇവൻ ഈ നല്ല ഒന്നാന്തര സാധനം കഴിക്കുന്നത്. സ്വത്രം പറയുന്നില്ല. നിനക്കെതിരെ പ്രശ്നം ആഞ്ഞടിക്കുമ്പോ ഓർത്തോണം, ഇത് നിന്റെ വേരിറക്കാനുള്ള ദൈവത്തിനൊരു പദ്ധതിയാ. ആര് പിടിച്ചു കുലുക്കിയാലും നീ നാളെ വീഴത്തില്ല. കാരണം നീ ഇതിനേക്കാൾ വലുത് കണ്ടതാ. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹുനബകാസിയത. ഹെരോദാവ് പറഞ്ഞു, ആ പത്രോസ് കിടക്കുന്ന ആ കാരാഗരത്തിന് അടുത്ത് പോയി വാളൊന്ന് രാഗി കേൾപ്പിച്ചേക്കാൻ. പൗലോസിന്റെ രാഗിനെ പറ്റി ചരിത്രത്തിൽ പറയുന്നുണ്ട്. വാളെ ഒന്ന് രാഗി കേൾപ്പിച്ചേട്ടെ, അവനൊന്ന് പേടിച്ചോട്ടെ. നാളെ അവന്റെ കഴുത്ത് വെട്ടാൻ പോവില്ല നമ്മള്, അവൻ നല്ല പേടിച്ച് കിടക്കട്ടെ. പത്രോസ് ഇതുവല്ല കേൾക്കുക, പുള്ളി കിടന്ന് ഉറങ്ങുക. അപ്പൊ ഞാൻ പിന്നെ പത്രോസിനോട്, ഈയാടെ പത്രോസ് അച്ചാച്ചാ എടാ ഇയാൾക്ക് പേടിയില്ലായിരുന്നു പിറ്റേ ദിവസം തല വെട്ടു എന്ന് പറഞ്ഞു? എന്തൊരു ഉറക്കമായിരുന്നു കിടന്നുകൊണ്ട്. പുള്ളി പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ മിന്നുന്ന വാള് മാളിക മുറി കണ്ട എന്നെ ഹേരോദാവിന്റെ വാള് വല്ലതും കാണിച്ചു, ഹേരോദാവിന്റെ വാള് വല്ലതും കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ പറ്റുമോ? ഇതിനേക്കാൾ അഗ്നിമയമായ വാളുകൾ എന്റെ കണ്ണിന് മുമ്പിൽ മിന്നുന്നത്, എന്റെ മേൽ ആത്മാവിന്റെ തീ ഇറങ്ങി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. ആത്മാവിന്റെ തീയുടെ വാളിനെ കണ്ടവനെ ഹേരോദാവിന്റെ വാളിനെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ജനം ആത്മാവിൽ ശക്തിപ്പെടട്ടെ. ഒരു ദുരാത്മ മണ്ഡലത്തിനും നിന്നെയോ നിന്റെ കുടുംബത്തെയോ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, ആത്മാവിൽ വേരിറങ്ങണമെന്ന് പറ. അവനിൽ വേരൂന്നി. അർത്ഥം, യേശു ക്രിസ്തുവുമായും ദൈവത്തിന്റെ കൂട്ടായ്മ ബന്ധത്തിൽ സഭയുമായും കർത്താവിന്റെ വചനവുമായിട്ട് നീ കണക്റ്റ് ആയിട്ട് നിന്നാൽ നീ അറിയാതെ നിന്റെ വേര് താഴോട്ട് പൊക്കോണ്ടിരിക്കും. സ്വോത്ര 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 സ്വോത്രം. ആന പിടിച്ചാ നീ മറിയത്തില്ല. ആമേൻ പറ. ആന പിടിച്ചാ മറിയത്തില്ല. കാരണം വേരാഴത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് പകൽ ആ ഉറപ്പുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യേ. കാറ്റ് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉപദേശിതന് ഇന്ന് ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ചുമക്കുന്ന സ്റ്റേജ്, അതൊക്കെ ഉണ്ടാകും. കാറ്റൊക്കെ അടിക്കും. കാറ്റില്ലാത്ത ജീവിതമൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. ഈ കാറ്റുണ്ടേലല്ലേ നിന്റെ വേരിന് എന്നാ സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. കേൾക്കുന്നില്ല ചിലര്. ഈ കാറ്റടിക്കാതെ നിനക്ക് എങ്ങനെ മനസ്സിലാകും? കാറ്റ് വന്നാലും ഞാൻ വീഴത്തില്ലെന്ന് അറിയണേ, കാറ്റ് വരണ്ടേ? സ്വത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ദുബായ് പോയപ്പോ ഞാൻ ആ കെട്ടിടം പല പ്രാവശ്യം കണ്ടു. ബുർജ് ഖലീഫ എന്ന് പറയുന്നൊരു കെട്ടിടം ഉണ്ടല്ലോ, അത് കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കിക്ക്. ബുർജ് ദുബായ് എന്നായിരുന്നു ആദ്യം. ലോകത്തിലെ ഏറ്റവും ബിഗസ്റ്റ് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള കെട്ടിടം ദുബായിലാണ്. ബുർജ് ഖലീഫ എന്നതിന്റെ പേര്. ബുർജ് എനിക്ക് ഇങ്ങനത്തെ, ഞാൻ ടീച്ചർ ആയിരുന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ പഠിക്കുന്നതും കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആ കെട്ടിടത്തിന് മുമ്പിൽ പോയി നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, നമ്മളിത് ഇത്രയും ഒരു തീപ്പെട്ടി കമ്പിന്റെ അത്രയേ ഉള്ളൂ, കെട്ടിടം അങ്ങ് നിൽക്കും. 164 നിലയോ. കേട്ടോ സാമൂൽ സാറിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. സാർ ഒരു സ്ട്രക്ചറൽ ആൻറ്റിയൊക്കെ ഇവരെ എഞ്ചിനീയറിങ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു മേഖലയുണ്ട്. അതുകൊണ്ടൊക്കെ ഇവരുടെ എഞ്ചിനീയറിംഗ് സിവിലിൽ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിള്ളേരൊക്കെ എന്തെങ്കിലും നല്ല നോളജുകൾ.
ഞാൻ ഹിസ്റ്ററി സ്റ്റുഡൻ്റാണ്, പക്ഷേ എനിക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ പല കാര്യങ്ങൾ പഠിക്കുന്ന ഇഷ്ടമാണ്. ഈ കെട്ടിടം പഠിച്ചപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞായിരുന്നു. സ്തോത്രം. ഈ ബിൽഡിങ്സിന്റെ പ്രത്യേകത അവിടെ പോയി നിന്നപ്പോൾ ഞാൻ ഓർത്തു, എടാ ഇത് ഇത്രയും നില ഇങ്ങനെ നേരെ നിക്കണേലേ, അത് വെള്ളത്തിന്റെ അകത്ത് ഇതിങ്ങനെ നിക്കണമെങ്കിൽ ഇതിന് എന്നാ ഒരു അടിസ്ഥാനമായിരിക്കും. ഇപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്തപ്പോ 828 മീറ്റർ സാമുവൽ സാറെ അടിസ്ഥാനം ഇട്ട് ഭൂമി തുരന്ന്. ചിന്തിച്ചു നോക്കി നിങ്ങൾ സാർ, ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? 828 മീറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ ഈ കെട്ടിടത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഇത് പണിയാൻ നേരം നല്ല ഈ കൊല്ലത്തെ പ്രമുഖരായ ഒരു എഞ്ചിനീയറാ വന്നേ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും. നമ്മൾ ചെയ്യുന്ന എല്ലാം ബെസ്റ്റ് ആയിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് നല്ല ബെസ്റ്റ് എഞ്ചിനീയറിനെ വിളിച്ച് നമ്മുടെ കെട്ടിടം പണിത ആ സഹോദരനാണ് ഇന്ന് ഈ നമ്മുടെ മോളിൽ കൂടെ പോകുന്ന NHന്റെ ഉടമസ്ഥൻ. ഇപ്പം ഉടമസ്ഥനല്ല, ദ മെയിൻ ആള്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇതിലേക്കൂടെ ഇപ്പം ട്രെയിൻ പോകുന്നു. ഇപ്പം നിങ്ങൾ നോക്കും, നമ്മൾ നോക്കുമ്പോൾ എന്താ, ഒരു ട്രെയിൻ അവിടുന്ന് എഴഞ്ഞ് പയ്യെ ഇതിലേക്കൂടെ അങ്ങോട്ട് പോകുന്നു. കരിക്കോട് നിർത്തിയിട്ട് പിന്നെ പുള്ളി പോകുമ്പോൾ ചെറിയ സ്പീഡിൽ പോകുന്നു. ചില വണ്ടി നിർത്താതെ പോകുന്നു, പക്ഷെ അത് ഒരു 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നാളെ ഈ റെയിൽവേ ട്രാക്ക് ഡബിൾ ലൈൻ ആയാൽ ഇവിടെ കൊല്ലത്തുനിന്ന് ട്രെയിൻ, അല്ലെങ്കിൽ ഇവിടെ അടുത്ത പരിസരത്തെങ്ങും സ്റ്റോപ്പില്ലാത്തൊരു ട്രെയിൻ ഭാവിയിൽ ഒരു 110 കിലോമീറ്റർ സ്പീഡിൽ ഇതിലെ പാഞ്ഞാൽ നിങ്ങളുടെ കെട്ടിടത്തിന് പൊട്ടലുണ്ടാകല്ലേ. മനസ്സിലാവുന്ന രാമൻ പറഞ്ഞേ. നമ്മൾ ചിന്തിക്കുമോ അത്രേ? നമുക്ക് എങ്ങനെയാലും ഇതൊരു കെട്ടിടം ഒന്ന് ഒരു കൂര ആയി കിട്ടിയാൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കണം, ഇത്രേ ഉള്ളായിരുന്നു വിഷയം. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യര് നമുക്ക് സഹായത്തിനായി ദൈവം വരെ തന്നത് കൊണ്ട് സാറൊക്കെ ഉത്തരവാദിത്തം നിന്ന് ചെയ്തു. 10 അടി താഴ്ചയില് നിങ്ങൾ ഇരിക്കുന്ന ഭൂമി 10 അടി താഴോട്ട് കുഴിച്ച്, 10 ആണോ അതിനേക്കാൾ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു, താഴെ നിന്ന് പൈൽ ചെയ്ത് പ്ലിന്ത് ബീം അടിച്ച് ആണ് കെട്ടിടം പണിത്. സ്വത്രം പറയുന്നില്ല. കാരണം നാളെ ഇവിടെ എന്തൊരു ഭൂമിയിലൊക്കെ ഉണ്ടായപ്പോൾ ഇത് ഇടിഞ്ഞ് തലയിലോട്ട് വീഴാതിരിക്കാൻ തക്കവണ്ണമാണ് ഈ കെട്ടിടം നമ്മൾ പണിതത്. ഇനി ഇതിന്റെ മുകളിൽ 4 നില ഇതുപോലത്തെ കെട്ടിടം കൂടെ പണിയാൻ പറ്റിയ അടിസ്ഥാനമാണ് നമ്മൾ അന്നിട്ടത്. സ്വത്രം പറയുന്നത്. ആമേൻ പറഞ്ഞേ. പൈസ ഉള്ളവരെല്ലാം കൊണ്ട കൊടുക്കണം. ഇതിന്റെ മുകളിൽ പണിയാൻ പോയി. അയ്യോ വാസ, ഓ ഒരു നിലയല്ലേ? അല്ല, ഇതിന്റെ മുകളിൽ ഇനി 3 നില കൊണ്ട് പണിയാം, 3 4 നില പണിയാം. അത്രയും നല്ല ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. അതിന്റെ കാരണം ഇതാ, നാളെ ഇത് ഇടിഞ്ഞ് തല വീഴല്ലേ. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, നീ നാളെ ഒരു പ്രതികൂലത്തിൽ നീ ഇളകിപ്പോല്ലേ. ഒരു ഭൂകമ്പം നിനക്കെതിരെ വരുമ്പോൾ, ഒരു കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ, ഒരു തിരമാല നിനക്കെതിരെ ഉയർന്നു വരുമ്പോൾ, ആഴത്തിൽ കുഴിച്ചടിസ്ഥാനമിട്ടവന്റെ വീട് നിലനിന്നു, മണ്ണിൽ പണിത് വെച്ചവന്റെ വീട് തകർന്ന് തരിപ്പണമായി. നിന്റെ ക്രിസ്തീയ ജീവിത സൗഖ്യത്തിനകത്തും വിടുതലിനകത്തും നന്മയ്ക്കകത്തും 10 പുത്തനകത്തും ഒതുങ്ങരുത്. നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ വേര് ആഴത്തിലോട്ട് പോണം. നാളെ ചിലപ്പോ ഒരു വിടുതൽ കിട്ടിയില്ലേ, യേശുവിനെ വിട്ടേച്ച് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യുമെന്ന് പാടി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ദൈവ പൈതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറ്റണമെങ്കിൽ വേര് അവനിൽ വേരൂന്നാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. മറ്റൊരു കാര്യം കൂടെ, ഫേബയുടെ ആത്മീയ വേരുകൊണ്ട് അക്സയ്ക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അക്സ പറയാ, ഏതായാലും ഫേബ നീ വേര് ഊന്നുന്നുണ്ടല്ലോ, നിന്റെ വേരിനകത്ത് ഞാൻ ചാരി ജീവിച്ചോളാന്ന് വെച്ചാൽ എല്ലാരും കേട്ടോണം. അമ്മയുടെ പ്രാർത്ഥന, അപ്പന്റെ സപ്പോർട്ട്,
പാസ്റ്ററങ്ങളുടെ കൈവെപ്പ് ഇതിലൊക്കെ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കിതൊന്നും മെനക്കെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വെല്ലോന്റെ വേരിൽ നിനക്ക് ജീവിക്കാൻ പറ്റിയല്ല. നിനക്ക് സ്വന്തം വേരിറങ്ങണം. നിനക്ക് കർത്താവിൽ സ്വന്തം വേരിറങ്ങണം. ആ കരം അടിച്ചു പറ, എനിക്ക് സ്വന്തം വേരിറങ്ങണം. എൻ്റെ പേഴ്സണൽ വേര്, ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് ക്രിസ്തുവിൽ വേരുണ്ടായിരിക്കണം. അമ്മയുടെ വേരിൽ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല, അപ്പന്റെ വേരിൽ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിന്നെ സഹായിക്കുമെന്നുള്ളതല്ലാതെ നീ പ്രശ്നത്തിന്റെ നടുവിൽ നീ തകർന്നും താങ്ങി വീണും പോകാതിരിക്കണമെങ്കിൽ നിനക്ക് സ്വന്തമായി ആത്മാവിൽ ക്രിസ്തുവിൽ വേരൂന്നാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ വേരൂന്നാൻ സഹായിക്കുന്ന ഘടകങ്ങൾ, ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പറഞ്ഞേ, റിലേഷൻഷിപ്പ്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. കർത്താവുമായിട്ട് നമുക്ക് എത്ര ദൃഢമായ ബന്ധമുണ്ടോ അത്ര മാത്രം വേര് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്ന പാട്ടുപാടി 15 പാട്ടുപാടി ആരാധിച്ച വേര് ഇറങ്ങുന്നു. വേരിറങ്ങത്തില്ല. വേരിറങ്ങണമെങ്കിൽ യേശു ക്രിസ്തുമായിട്ടൊരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഈ റിലേഷൻഷിപ്പ് നിന്നെ കർത്താവിന്റെ ഫെലോഷിപ്പിലോട്ട് നടത്തും. പറഞ്ഞേ, റിലേഷൻഷിപ്പ് ഉണ്ടായാൽ ആ റിലേഷൻഷിപ്പ് മറ്റുള്ള ദൈവമക്കളുമായിട്ടുള്ള ഫെലോഷിപ്പിലോട്ട് നടത്തും. ആ ഫെലോഷിപ്പ് നിന്നെ വീണ്ടും യേശു ക്രിസ്തുവുമായിട്ട് ദൃഢമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് നടത്തും. ക്രിസ്തുവുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിൽ വന്നാലുള്ള ഗുണം എന്നാണെന്നറിയാം. ഒരിക്കൽ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഈ അബ്രഹാം എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ എൻ്റെ സ്നേഹിതനാ, ഞാനുമായിട്ട് ചങ്കു ബ്രോയാണ്. അതുകൊണ്ട് അബ്രഹാമിനെ അറിയിക്കാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. വരാൻ പോകുന്ന സംഗതികളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ട് എന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവമായിട്ട് നല്ലൊരു ബന്ധത്തിൽ വന്നാൽ മതി. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ ഇരിക്കുന്ന സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്നേ. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കരങ്ങളും കർത്താവിന്റെ മുമ്പാകെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നു. ഇനിയും കർത്താവ് അവസരം തരികയാണെങ്കിൽ ആമേൻ, ആത്മീയ വർധനവിനെ പറ്റി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം. മക്കളെ, ലൈവ് ഒന്ന് കട്ട് ചെയ്തേരെ, ലൈവ് കട്ട് ചെയ്തേരെ. ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ.